ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പ്ലാനറ്റ് ബി വേണം. എല്ലാവരും പറയുന്നത് ചൊവ്വയാണ് നമ്മുടെ അടുത്ത വീടെന്നാണ്. എലോൺ മസ്ക് പറയുന്നു 2050 10 ലക്ഷം പേരെ ചൊവ്വയിലേക്ക് എത്തിക്കുമെന്ന്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ? ഒരു പുതിയ ലോകം, പുതിയ തുടക്കം. പക്ഷേ അവർ നിങ്ങളോട് പറയാത്ത ഒരു സത്യമുണ്ട്. ചൊവ്വ സ്വർഗമല്ല, അതൊരു നരകമാണ്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അതിഭയാനകമായ റേഡിയേഷനും ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷവും വിഷം നിറഞ്ഞ മണ്ണുമാണ്. ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ നോക്കുന്നത് മാർസ് കോളനൈസേഷന്റെ ക്രൂരമായ യാഥാർത്ഥ്യമാണ്. ഇതൊരു വെക്കേഷൻ ട്രിപ്പ് അല്ല, ഇതൊരു ആത്മഹത്യാ മിഷനാണ്. ആദ്യം അവിടേക്ക് എത്തുക എന്നതാണ് വലിയൊരു വെല്ലുവിളി. ഏകദേശം 7 മാസം ഒരു ചെറിയ പേടകത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കണം. ഭൂമിയുടെ കാന്തിക വലയം വിട്ടാൽ പിന്നെ നിങ്ങൾ ബഹിരാകാശത്തുള്ള കോസ്മിക് റേഡിയേഷന്റെ നടുവിലാണ്. പലരും ചൊവ്വയിലെത്തുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ വന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ കഷ്ടിച്ചെത്തിയാലോ? അവിടെ ശ്വാസം എടുക്കാൻ ഓക്സിജൻ ഇല്ല. 95% കാർബൺ ഡൈ ഓക്സൈഡാണ്. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് സ്പേസ് ഹെൽമറ്റ് ഊരാൻ പറ്റില്ല. അവിടുത്തെ തണുപ്പോ -63 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രിയാവുമ്പോൾ അത് -140 ഡിഗ്രി സെൽഷ്യസ് ആവും. നിങ്ങളുടെ രക്തം വരെ ഐസായി പോകും. ഭൂമിയിൽ നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നു. ചൊവ്വയിലെ മണ്ണ് വിഷമാണ്. അതിൽ പെർക്ലോറൈഡ് എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിലെത്തിയാൽ നമ്മുടെ തൈറോയിഡ് വരെ തകരാറിലാകും. മരണം ഉറപ്പാണ്. അതുകൊണ്ട് ആ മണ്ണിൽ ചെടി വളർത്താൻ കഴിയില്ല. അതുപോലെ ചൊവ്വയ്ക്ക് ഭൂമിയെപ്പോലെ ഓസോൺ പാളിയോ മാഗ്നറ്റിക് ഫീൽഡോ ഇല്ല. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് വന്ന് പതിക്കും. അതിനാൽ ചൊവ്വയിൽ പോയി നമുക്ക് ഗ്ലാസ് ഡോമിനുള്ളിൽ കഴിയാമെന്ന് കരുതണ്ട. മണ്ണിനടിയിൽ എലികളെ പോലെ ബങ്കറുകൾക്കുള്ളിൽ ജീവിക്കേണ്ടി വരും. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, മാനസികമായ പ്രശ്നങ്ങളും വലുതാണ്. ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ എപ്പോഴും മരണഭയം. ഇത് മനുഷ്യന്റെ മാനസിക നില തെറ്റിക്കും. ഭൂമിയിലുള്ളവരുമായി സംസാരിക്കാൻ ശ്രമിച്ചാൽ ഒരു ഹലോ അവിടെ എത്താൻ 20 മിനിറ്റ് എടുക്കും. ഒരു വീഡിയോ കോൾ പോലും സാധ്യമല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചൊവ്വയിൽ പോയാൽ പിന്നീട് ഒരിക്കലും ഭൂമിയിലെ മഴ നനയാനോ പച്ചപ്പ് ആസ്വദിക്കാനോ കടല് കാണാനോ സാധിക്കില്ല എന്നോർക്കുക. ചൊവ്വയിലേക്ക് പോകുന്നത് മനുഷ്യരാശിയുടെ വലിയൊരു ചുവടുവെപ്പാണ്. പക്ഷേ അതൊരിക്കലും ഭൂമിക്ക് പകരമാവില്ല. ഇത്രയും സുന്ദരമായ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനാണ് ഇതിലും എളുപ്പം. എല്ലാം അറിഞ്ഞിട്ടും ഒരു 1 വേ ടിക്കറ്റ് ചൊവ്വയിലേക്ക് കിട്ടിയാൽ നിങ്ങൾ പോകുമോ? നിങ്ങൾക്കതിനുള്ള ധൈര്യമുണ്ടോ? കമന്റ് ചെയ്യൂ. ടോക്ക് വിത്ത് റോണിക്സിൽ അടുത്ത ദിവസം കാണാൻ പോകുന്നത് സൈബർ ലോകത്തെ ഇരുണ്ട രഹസ്യങ്ങളാണ്. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കാൻ പറ്റുമോ? ദിസ് ഇസ് ശിശിര ഫ്രം റോണിക്സ് സൈനിങ് ഓഫ്.